ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകാൻ പോവാം. ഇന്ന് നമ്മൾ ഒരു വില്ലേജിലേക്കാണ് പോകാൻ പോകുന്നത്. ല്യൂമാൻ വില്ലേജ്. ടൂറിൻ്റെ ഔട്ട്സ്കേർട്സിലുള്ള കൊളൈഗ്നോ എന്ന് പറയുന്ന പ്ലേസിൽ ഒരു ഹിഡൻ ജെം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ വില്ലേജ് ലുമാൻ, അല്ലെങ്കിൽ ലുമാൻ വില്ലേജ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 19th സെഞ്ച്വറിയിൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് വില്ലേജ് എന്നായിരുന്നു ഈ വില്ലേജ് അറിയപ്പെട്ടിരുന്നത്. നെപ്പോളിയൻ ലുമാൻ എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഇവിടെ വന്നിട്ട് അയാളുടെ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തൊരു യുട്ടോപ്യൻ പ്രോജക്റ്റ് ആണ് ഈ വില്ലേജ്. അപ്പം നമുക്കിനി ജസ്റ്റ് പോയിട്ട് ഇവിടുത്തെ കോട്ടൺ മില്ലും ഒക്കെ കണ്ടിട്ട് വരാം. ദേ ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കോട്ടൺ മിൽ. ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ എൻട്രൻസ് തന്നെ നല്ല രസമല്ലേ. ഇതിൻ്റെ ഓരോ പില്ലേഴ്സിൻ്റെ ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ മുകളിലേക്കുള്ള ആ ഒരു സ്ട്രക്ചറൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത് 1975 എന്തോ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു പ്ലേസ് ആണെന്നാണ് പറയുന്നത്. അപ്പം അത്രയും നാൾ മുന്നേ ഇത് കിഡിലായിട്ട് പണിഞ്ഞു വെച്ചിരിക്കുന്ന ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. ഈ വില്ലേജ് ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. ഇവിടെയുള്ള ഓരോ ബിൽഡിങ്സും ഭയങ്കര കളർഫുള്ളാണ്. പിന്നെ അതിൻ്റെ ആർക്കിടെക്ചറൽ സൈഡൊക്കെ സൂപ്പറായിട്ടുണ്ട്. ആക്ച്വലി ഈ ല്യുമാൻ ഒരു കിടിലൻ മനുഷ്യനാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. കാരണം ആ കാലഘട്ടത്തിൽ പുള്ളിയുടെ മില്ലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ താമസിക്കുന്നത് വളരെ അൺസാനിറ്ററി ആൻഡ് ക്രൗഡഡ് സിറ്റുവേഷനിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ലുമാൻ ഡിസൈൻ ചെയ്തെടുത്തൊരു വില്ലേജാണിത്. ഈ വില്ലേജിൽ ഹോസ്പിറ്റൽസും ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷൻ, ചർച്ച്, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റിയ എല്ലാ സാഹചര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വില്ലേജ് റെഡിയാക്കുക എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ഗ്രേറ്റ് കാര്യമായിരുന്നു എന്ന്. മാത്രമല്ല ഇത് അത്ര കോംപ്രമൈസ് ചെയ്യാണ്ട് ജസ്റ്റ് ഒരു സ്ഥലം ഉണ്ടാക്കി അവരെ താമസിപ്പിക്കുക എന്ന് മാത്രമല്ല, അവർക്കൊരു പ്ലസന്റ് ആൻഡ് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആർക്കിടെക്ചറൽ സൈഡും ഇതിൻ്റെ കളർ കോമ്പിനേഷൻസും ഒക്കെ ഭയങ്കര കിടിലാക്കി തന്നെയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് മാപ്പ് നോക്കാൻ ഒട്ടും അറിയില്ല കേട്ടോ. മാപ്പ് നോക്കലിൽ ഞാൻ ഭയങ്കര വീക്കാണ്. പിന്നെ ഞാനിവിടെ ആവശ്യത്തിനൊന്നും വന്നില്ല, ജസ്റ്റ് ചുമ്മാ കറങ്ങാൻ വന്നില്ല. അപ്പോൾ സോ എങ്ങോട്ട് പോയാലും നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കര എക്സ്പ്ലോറിങ് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ മനസ്സിലാക്കി ഓരോ ബിൽഡിങ്സും ആ ഒരു വില്ലേജ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതിയൊക്കെ കാണുമ്പം ഒരു ക്യൂരിയോസിറ്റി ഒക്കെ വരും. മാത്രമല്ല ഒരു ക്രൗഡഡ് പ്ലേസ് മാറിയിട്ട് നമുക്കൊരു പീസ്ഫുൾ ജസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ പോയി ഒന്ന് കണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ആക്ച്വലി ഇവിടെ പുതിയ ബിൽഡിങ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ പോലും പുതിയ കൺസ്ട്രക്ഷൻസ് വളരെ കുറവാണ്. ഉള്ള ബിൽഡിങ്സ് റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കലാണ് ഇവിടെ കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെ നമ്മൾ നോക്കുമ്പം ഇവിടുത്തെ പഴയ ബിൽഡിങ്സിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. റോഡാണെങ്കിലും ബിൽഡിങ്സ് ആണെങ്കിലും ഒക്കെ പഴയത് റിനോവേറ്റ് ചെയ്താണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വില്ലേജ് ഇപ്പം ജസ്റ്റ് ലൈക്ക് ഒരു കൾച്ചറൽ ഹബ്ബ് പോലെയാണ്. കുറേ ബിൽഡിങ്സ് ഒക്കെ അവർ ഷോപ്പായിട്ടും പിന്നെ എക്സിബിഷൻ സെൻറ്റേഴ്സ് ഒക്കെ ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചർച്ചിലേക്കുള്ള എൻട്രൻസ് ആണ്. ചർച്ചിലേക്കുള്ള എൻട്രൻസിൻ്റെ സൈഡിൽ ഒരു ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഈ വില്ലേജിനെ പറ്റി എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. വില്ലേജിൻ്റെ ഹിസ്റ്ററിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പിന്നെ ഈ വില്ലേജിൽ എന്തൊക്കെയാണുള്ളത് അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഒക്കെ പോലെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ട്യൂറിനിലുള്ളവർക്ക് ഭയങ്കര ക്രൗഡഡ് ഒരു വർക്ക് ലൈഫ് എന്നൊക്കെ മാറിയിട്ട് ജസ്റ്റ് ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വില്ലേജ് ലുമാൻ ഒരു നല്ല സ്പോട്ടായിരിക്കും. ആ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ചർച്ചും. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ എക്കോ മ്യൂസിയം ഉള്ളത്. ഇവിടെ ലുമാൻ വില്ലേജ് എന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് മെയിനായിട്ടും കണ്ടൊരു പ്ലേസ് എന്ന് പറയുന്നത് ആ കോട്ടൺ മില്ലും പിന്നൊരു ചർച്ചും ഒരു സ്കൂളും ആയിരുന്നു. നമ്മളിപ്പോൾ കണ്ടില്ലേ, ഈ ചർച്ചും സ്കൂളും ശരിക്കും ക്ലോസ്ഡ് ആണിപ്പം. ചർച്ച് എനിക്ക് തോന്നുന്നു വൈകിട്ട് ഒരു 6:30 ഒക്കെ ആവും ഓപ്പൺ ആവാൻ. പിന്നെ അവിടെ എല്ലാവർക്കും എൻട്രി ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവിടെ ഒരു ഫാമിലീനെ കണ്ടപ്പം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ചർച്ചിന് 6:30 മുതൽ എന്തോ എൻട്രി ഉള്ളത്, പിന്നെ എല്ലാവർക്കും എൻട്രി ഇല്ല പറഞ്ഞു. പിന്നെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ മ്യൂസിയവും ഇപ്പം എന്തൊക്കെയോ പണി നടക്കുക. സോ റിനോവേഷൻ കഴിഞ്ഞിട്ട് മേ ബി അത് ഓപ്പൺ ആവത്തുള്ളൂ. പിന്നെ ഉള്ള സ്കൂളാണ്. സോ ഇത്രയൊക്കെ ഉള്ളൂ ഈ വില്ലേജിൽ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു പുള്ളീനെ കണ്ടെന്ന് തന്നില്ലേ, പുള്ളിയുടെ ഡോട്ടർ ഒരു റെസ്റ്റോറൻറ്റിൽ, ടൂറിനിലൊരു റെസ്റ്റോറൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇന്ത്യൻസ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇന്ത്യൻ ആണെന്ന് പറഞ്ഞാൽ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയി. എന്നിട്ട് എനിക്ക് അവരുടെ ഫോട്ടോസും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. സോ ഇവിടെ അങ്ങനെ അധികം ആൾക്കാർ വന്ന് സംസാരിക്കാറില്ല. നമ്മൾ അങ്ങോട്ട് പോയി സംസാരിച്ചാലൊന്നും ഒരുപാട് ഇൻട്രാക്ഷൻ ഉണ്ടാവാറില്ല. കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് ലാംഗ്വേജ് ഒരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കാണെങ്കിലും
ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, അതേപോലെ ഇവിടുത്തെ ആൾക്കാർക്കുണ്ട്. എനിക്ക് ഇറ്റാലിയൻ അറിയത്തില്ല, പക്ഷെ ഇപ്പം ആക്ച്വലി കേട്ടാൽ കുറച്ചൊക്കെ മനസ്സിലാവെങ്കിലും ഇറ്റാലിയൻ അധികം അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. സോ ആ ഒരു ഇൻട്രാക്ഷൻ ഭയങ്കര പാടാണ്. പക്ഷെ ചില ആൾക്കാർ ഭയങ്കര ക്ലോസ് ആയിട്ട് വന്ന് സംസാരിക്കും. അപ്പം അങ്ങനെ ഒരു ആളിനെ ഞാൻ കണ്ട. പിന്നെ വീഡിയോ എടുക്കാൻ മേ ബി അവർക്ക് അവരുടെ പ്രൈവസി ഇഷ്യൂസ് നമ്മൾ നോക്കണമല്ലോ, അതുകൊണ്ട് വീഡിയോസ് എടുക്കാനേ. നമ്മൾ ഈ കണ്ട ഒരു ഏരിയയിൽ ഫുൾ ഇങ്ങനത്തെ വീടുകളാണ്. പക്ഷെ ഇതിലെല്ലായിടത്തും ആൾക്കാർ താമസിക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല. ഇതൊന്നും താമസം ഉള്ളൊരു സ്പേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അത്യാവശ്യം ബസ് സർവീസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ചില വീടുകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ, കൃഷിയും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലുമാൻ വില്ലേജിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ആക്ച്വലി ഇത് കണ്ടോ, നമ്മളിങ്ങോട്ട് വന്ന വഴിക്ക് ഫുൾ വീടുകളിൽ ഈ ഇലകളൊക്കെ വീണ് കിടക്കുമായിരുന്നു. കാരണം വിൻ്ററൊക്കെയാണ്, ഇത് എല്ലാ സ്ഥലത്തും പതിവാണ്. പക്ഷെ എനിക്ക് ഈ ഒരു സ്പേസ് കണ്ടപ്പോൾ കണ്ടോ ഭയങ്കര വൃത്തിയാക്കിയിട്ടിരിക്കണു, ക്ലീൻ ചെയ്തിട്ടിരിക്കണു. എനിക്ക് തന്നെ പെട്ടെന്ന് അമ്മേനെ ഓർമ്മ വന്നു. അമ്മ മറ്റേ മുറ്റം തൂത്ത് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന പോലെ നല്ല ക്ലീൻ ആക്കിയിട്ടിരിക്കുന്നത്. മേ ബി എനിക്ക് തോന്നുന്നു അവിടെ എന്തോ കൃഷി എന്തെങ്കിലും ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഈ 2 വീടുകളിൽ ഭയങ്കര വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, നമ്മളൊന്ന് പുറത്തിറങ്ങി, രാവിലെ ആവാൻ കുറേ ടൈം എടുക്കും ഒന്ന് വെളിച്ചം വീഴാൻ. ഒന്ന് പുറത്തിറങ്ങി ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടാവുക. എന്തൊരവസ്ഥയാണ്. ഇപ്പോൾ ഇരുട്ടായണ്ടോ, ഞാൻ വീട്ടിലേക്ക് പോവാണ്, ബസ് സ്റ്റോപ്പിലോട്ട് പോവാം. ജസ്റ്റ് കുറച്ച് നേരം ഒന്നിരുന്ന് ഒരു അരമണിക്കൂർ ഇരുന്നിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും ഇരുട്ടാവാൻ തുടങ്ങി. പിന്നെ തണുപ്പും കൂടും. വിന്റർ ഈസ് ലൈക്ക് ദിസ്. എനിക്ക് പോകേണ്ട ബസ്സല്ലേ, അപ്പോൾ ഓണപ്പ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ലുമാൻ വില്ലേജ് കാഴ്ചകൾ. ആക്ച്വലി ഞാൻ റൂമിലിരുന്ന് ഭയങ്കര ബോറടിച്ചപ്പം ഞാൻ കരുതി ഒന്ന് പുറത്തേക്ക് പോകാമെന്ന്. ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയപ്പോൾ അടുത്ത് കണ്ടൊരു പ്ലേസ് ആയത് ലുമാൻ വില്ലേജ്. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും പിന്നെ ഇത് ഇത്ര പഴക്കമുള്ളൊരു സ്ഥലമാണെന്ന് അറിഞ്ഞപ്പം എനിക്ക് തോന്നി ഒന്ന് വരാമെന്ന്. അങ്ങനെ വന്നതാ. നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളെ കാണിക്കാൻ പറ്റും എന്നെനിക്കറിയത്തില്ല. കാരണം ഇവിടുത്തെ ലൈറ്റൊക്കെ ഇപ്പം ഗോൾഡൻ ലൈറ്റ് എന്ന് പറയുന്നെങ്കിലും ഭയങ്കര ഫോട്ടോഗ്രാഫേഴ്സിനെ ആ ലൈറ്റ് യൂസ് ചെയ്യാൻ അറിയത്തുള്ളൂ. ഞാൻ എടുക്കുന്ന ക്ലിപ്പിങ്സൊക്കെ അത്ര ക്ലിയർ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കണ്ട സാധനങ്ങൾ നിങ്ങളെയും കൂടെ കാണിക്കാൻ ശ്രമിക്കാം. അപ്പോൾ തന്നെ ഇനിയും ഉള്ള ദിവസങ്ങളിലും ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ പോകാൻ, ഈ ടൂറിനിൽ തന്നെയുള്ള കുറച്ച് സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതും നിങ്ങളെ കാണിക്കാം. അപ്പോൾ അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.